നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. സ്ത്രീകളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും ബലാത്സംഗമോ ബലാത്സംഗ ശ്രമമോ ആയി കണക്കാക്കാൻ സാധിക്കില്ലെന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇവ വൻതോതിലുള്ള ലൈംഗിക അതിക്രമമായി കണക്കാക്കാനേ സാധിക്കൂ എന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. 11 വയസ്സുള്ള കുട്ടിയുടെ മാറിടത്തിൽ മോശമായി സ്പർശിച്ച 2 യുവാക്കളുടെ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. കുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടിയ പവൻ, രാഹുൽ എന്നീ പ്രതികൾക്ക് മേൽ IPC സെക്ഷൻ 354, പോക്സോ നിയമത്തിലെ വൻ ലൈംഗികാതിക്രമം എന്നിവ ചുമത്തി. കുട്ടിയുടെ മാറിടത്തിൽ സ്പർശിച്ചതും പൈജാമ അഴിക്കാൻ ശ്രമിച്ചതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവായി ചൂണ്ടിക്കാണിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ ബെഞ്ച് അറിയിച്ചു. പ്രതികൾ ബലം പ്രയോഗിച്ച് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ തയ്യാറെടുത്തിരുന്നുവോ എന്നും ഇരയെ നഗ്നയാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവോ എന്നും സാക്ഷിമൊഴികൾ പൂർണ്ണമായി തെളിയിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗത്തിന് കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്നും ബലാത്സംഗ ശ്രമവും അതിനുള്ള തയ്യാറെടുപ്പും വേറെ വേറെ കാര്യങ്ങളാണെന്നും ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. 11 വയസ്സുള്ള കുട്ടിയെ പ്രതികൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നും കാട്ടിയാണ് കേസെടുത്തിരുന്നത്. തങ്ങൾക്കെതിരെ പ്രാദേശിക കോടതി ബലാത്സംഗ കുറ്റം ചുമത്തിയതിനെതിരെ പ്രതികൾ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു.